പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഒരു ചായ ഇടാൻ വേണ്ടിയിട്ട് വെള്ളമെല്ലാം സെറ്റാക്കുകയാണ്. പുറത്ത് നല്ലൊരു മഴ തോർന്നതേ ഉള്ളൂ ഇപ്പം, പക്ഷെ എന്നാലും നല്ല മഴക്കാറുണ്ട്. ഒരു മഴയുടെയാണെന്ന് തോന്നുന്നുണ്ട്. ഏലക്കായൊക്കെ ഇട്ടിട്ടുള്ള ചായയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഓഗസ്റ്റ് 15 നിങ്ങൾ വീഡിയോ കാണുമ്പോഴേക്കും കുറച്ച് ലേറ്റായി എന്ന് മാത്രം. അപ്പോൾ ഓഗസ്റ്റ് 15 പരിപാടിയെല്ലാം ഉണ്ട് സ്കൂളിൽ. നിച്ചൂട്ടിക്ക് സ്കൂളിലെല്ലാം പോകണം. അപ്പോഴേക്കും അമ്മ മുട്ടക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിന്. അതിനുള്ള മുട്ടയൊക്കെ പൊളിച്ചിട്ട് അങ്ങ് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. ആ സമയം കൊണ്ട് നമ്മൾ ചായയുടെ പാലൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ പൊടി ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ചായ ഉണ്ടാക്കിയിട്ട് അങ്ങ് മാറ്റി വെച്ചു. ഇനി നിച്ചൂട്ടിനെ എണീപ്പിക്കലാണ് വലിയ ടാസ്ക്. എൻ്റെ 2 കുഞ്ഞിപ്പുഴുകളും ഇതാ എണീറ്റോണ്ട് ഇങ്ങനെ ഉറക്കൊക്കെ ഏകദേശം അറിഞ്ഞ മൂഡിലാണുള്ളത്. പക്ഷേ യാമി വീണ്ടും അവിടെ തന്നെ കിടന്ന് ഉറങ്ങിയിട്ടാ. ഇനി നിച്ചൂട്ടിനെ എണീപ്പിക്കണം. കുറച്ച് സമയം എടുക്കും എണീപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ യാമിക്കുട്ടി കരഞ്ഞ് എണീച്ചത് കൊണ്ട് നിച്ചു അപ്പം തന്നെ വേഗം എണീച്ച്. അവനെ ഞാൻ ഫീഡ് ചെയ്യുന്ന സമയത്ത് അമ്മേനെ എനിക്ക് കെട്ടിപ്പിടിച്ച് കുറച്ച് നേരം ഇരിക്കണം, എന്നാൽ മാത്രമേ ഞാൻ റെഡി ആവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇതാ എൻ്റെ അടുത്ത് 2 ആളും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് നിച്ചൂട്ടിനെ ബ്രഷ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി. നല്ല മൂഡിലാണെങ്കിൽ എല്ലാം പെട്ടെന്ന് ചെയ്യും കേട്ടോ. പല്ലേപ്പും കുളിയും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്താൽ വേഗം കഴിക്കും എല്ലാം ചെയ്യും. ചേച്ചി ചേച്ചിയോട് വർത്താനം പറയുന്നു. വാ കണ്ണാ കുളിക്കാലോ മുത്തേ, വാ ചേച്ചി കുളിച്ചിട്ട് വരേ, ചേച്ചി കുളിച്ചിട്ട് വരേ കേട്ടാ. നിച്ചൂട്ടി ഇതാ ഈ ഒരു ഡ്രസ്സാണ് ഓഗസ്റ്റ് 15 പോകുമ്പോൾ ഇടുന്നത്. ഈ ഒരു വൈറ്റ് ഡ്രസ്സ് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. മരിയ ക്രിയേഷൻസ് ബേബി ഔട്ട്ഫിറ്റ്സ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നിച്ചുവിന് യാമിക്കും ഒരുപോലെ ചെയ്യിപ്പിച്ചതാണ്. കൈക്ക് ഇങ്ങനത്തെ ബുഷ് ഇടണം, നേരെ തിരിച്ച് ഒരുപോലെ ഇടണം. പിന്നെ പെട്ടെന്ന് തന്നെ മുള റെഡിയാക്കിയ ഒരു 10 മിനിറ്റ് മുമ്പേ ഓട്ടോ വരുന്നു പറഞ്ഞിട്ടുണ്ട്. പതാക ഉയർത്തലെല്ലാം ഉണ്ടാവുമല്ലോ. നിച്ചുട്ടി റെഡിയായി. ഞാൻ നെറ്റിക്ക് ഒരു ഫ്ലാഗ് എല്ലാം വരച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്ലാഗ് കാണിക്ക്. ഇനി ഷൂ സോക്സ് എല്ലാം ഇടാ. ഓക്കെ നടക്ക് പുറത്തേക്ക് നടക്ക്. നിച്ചു സ്കൂളിൽ പോയിട്ട് റെഡിയായി പുറത്ത് എത്തലും ഓട്ടോ വരുള്ളൂ. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഗ്യാപ്പ് ഉണ്ടായിട്ടില്ല. അതിന് കുറച്ച് നേരത്തെ വന്നിന് ഓട്ടോ. അപ്പം നിച്ചൂട്ടിനെ വിട്ടു. നിച്ചൂട്ടിയുടെ ഡാൻസ് എല്ലാം ഉണ്ട് സ്കൂളിൽ. പോണോ എങ്ങനെയാണെന്ന് അറിയില്ല, അതിങ്ങനെ തീരുമാനമായിട്ടില്ല. എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ട്, പക്ഷെ യാമിക്കുട്ടീനെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോൾ വാവൊക്കെ വരുന്നവരെ പാലൊക്കെ കൊടുക്കാണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ലവ് ലാപ്പിന്റെ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പ്. നമ്മളിപ്പോൾ അവനെ കൊണ്ടുപോകുന്ന ഒക്കേഷൻസ് ആയാലും ചിലപ്പോൾ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ബ്രസ്റ്റ് പമ്പ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ ഇപ്പോൾ കുറേ ബ്രസ്റ്റ് പമ്പ്സ് അവൈലബിൾ ആണ്. എന്നാലും നമ്മുടെ ബഡ്ജറ്റിനുള്ളിൽ ഒതുങ്ങുന്ന നല്ല ക്വാളിറ്റിയുള്ള ബ്രസ്റ്റ് പമ്പ്സ് കുറേ പേരോട് ചോദിച്ചപ്പോൾ ഇതാണ് കേട്ടോ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ബോക്സിനകത്ത് ഒരു ബ്രസ്റ്റ് പമ്പ് വിത്ത് ഇലക്ട്രിക് യൂണിറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സിലിക്കോൺ ട്യൂബ് ഉണ്ട്, ഡസ്റ്റ് പ്രൊട്ടക്ഷൻ ക്യാപ്പ്, ബോട്ടിൽ റിംഗ് ഉണ്ട്, എക്സ്ട്രാ ഡയഫ്രം വരുന്നുണ്ട്, ഒരു USB കേബിൾ ഉണ്ട്, ട്രാവൽ പൗച്ച് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബ്രസ്റ്റ് പാഡ്സ് വരുന്നുണ്ട്, എക്സ്ട്രാ ഡക്ക് ബിൽ വാൾവും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ സിലിക്കോൺ ട്യൂബിന്റെ ഒരു സൈഡ് ബ്രസ്റ്റ് പമ്പിലേക്കും മറ്റേ സൈഡ് ഇലക്ട്രിക് യൂണിറ്റിനകത്തേക്കും കണക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ ഇലക്ട്രിക് യൂണിറ്റിനകത്തുള്ള പവർ ബട്ടൺ ടച്ച് ചെയ്ത് പിടിക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇതിനകത്ത് 2 ഫേസ് ഓപ്പറേഷൻ മോഡാണ് വരുന്നത്. അതായത് സ്റ്റിമുലേഷൻ ആൻഡ് എക്സ്പ്രഷൻ വിത്ത് 9 ഇന്റൻസിറ്റി ലെവൽസ്. അപ്പോൾ നമുക്ക് ലെവൽസ് L1 L2 എന്ന് പറഞ്ഞിട്ട് L9 വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. സ്മാർട്ട് മെമ്മറി റിമെമ്പർ ഉള്ളതുകൊണ്ട് തന്നെ ലാസ്റ്റ് ടൈം എത്ര പമ്പ് ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാം. കംഫർട്ടബിൾ ആയിട്ട് മിൽക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള പെറ്റൽ കുഷൻ കൊടുത്തിട്ട് BPA ഫ്രീ പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ ബാക്ക് ഫ്ലോ പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല. എക്സ്പ്രസ് ചെയ്ത ബോട്ടിൽ തന്നെ നമുക്ക് വാവക്ക് കൊടുക്കാം. ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ലവ് ലാപ്പിന്റെ സൈറ്റിലും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ കയറി ഡയറക്റ്റ് വാങ്ങിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം. അപ്പൊ എല്ലാവരും ഓണക്കോടിയെല്ലാം എടുത്താ. ഞാനും ഏട്ടനും കൂടെ ഓണക്കോടി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. കുറെ ദിവസമായി ഇറങ്ങണം എന്ന് വിചാരിക്കുന്നേ. പക്ഷെ ഓണത്തിനായിട്ട് നമുക്ക് ഇടാൻ അങ്ങനെ ഒരു പർപ്പസ് ഇല്ലാത്തതുകൊണ്ടാണ് ലേറ്റ് ആക്കിയത്. പിന്നെ ഒരു കളക്ഷൻ എല്ലാം കഴിഞ്ഞു പോയാലോ, അതുകൊണ്ട് നമ്മൾ 2 ആളും കൂടെ ഇറങ്ങിയതാണ്. പിള്ളേരെയും കൂട്ടി പോയാൽ നടക്കൂല. ഒരു ഉച്ച സമയത്താണ് ഇറങ്ങിയത്. വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയത്. നല്ല മഴയായതുകൊണ്ട് വെയിലൊന്നും ഇല്ല ഉച്ച സമയം ആയാലും. അപ്പൊ അമ്മ ഇതാടെ നിൽക്കുന്നുണ്ട് ടാറ്റ പറയാൻ വേണ്ടിയിട്ട്. യാമിക്കുട്ടി നല്ല ഉറക്കുവാണ്. ടാറ്റ. ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു ഒരു ധാവണി മണിക്കണം എന്ന്. അപ്പം ധാവണി ഓൺലൈനായിട്ടെല്ലാം കുറെ നോക്കി, കുറെ ഉണ്ട്. എന്നാലും ആദ്യമായിട്ട് മണിക്കുന്നതായതുകൊണ്ടൊന്ന് കണ്ടറിഞ്ഞ് മണിക്കാന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. ധാവണി ആദ്യമായിട്ട് നല്ല കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ധാവണി ഉണ്ടായിന്. അത് ധാവണിയായിട്ട് അടിച്ചതല്ല, തട്ടിക്കൂട്ട് ധാവണി. ഒരു പട്ടുപാവാടിയുടെ പാവാടിയും ഒരു ബ്ലൗസ് അടിച്ച് ഒരു ഷോള് സെപ്പറേറ്റ് വാങ്ങി അങ്ങനെ ഒരു ധാവണി ഉണ്ടായിരുന്നു. അത് മാത്രമേ എന്റെ ലൈഫിൽ ധാവണി ഇട്ടിട്ടു. ഏട്ടന് ഓർമ്മയുണ്ട് ആ ധാവണി? ഞാനും ഏട്ടനും 3rd ഇയർ 4th ഇയർ 3rd ഇയർ ആവുന്നല്ലേ? 3rd ഇയറില് പഠിക്കുന്ന സമയത്താണ്. അപ്പൊ ഓണം സെലിബ്രേഷന് ഞാൻ ധാവണി ആ ധാവണി എടുത്തിട്ടുണ്ട്. ഏട്ടനൊരു ബ്ലാക്ക് കുർത്തയല്ല. ഞാൻ ഫോട്ടോ ഉണ്ടെങ്കിൽ കൊടുക്കാട്ടെ. ഇപ്പൊ ഇടാ
ഫോട്ടോ ഉണ്ടാവില്ല നമ്മളതിന്റെ ഉണ്ടാവുക കൊടുക്കേ. എന്നിട്ട് അതിട്ടിട്ട് നമ്മൾ സ്റ്റെയർ ഇറങ്ങുമ്പോ എന്തായിന്ന് വെച്ചാല് ഞാൻ കാലിങ്ങനെ പടം മറിഞ്ഞിട്ട് ടപേന്ന് എന്റെ സ്റ്റെപ്പിന്റെ മേലെ തന്നെ വീണുപോയി. അപ്പൊ എല്ലാരും എത്തി നോക്കുകയും ചെയ്ത്, നമ്മള് രണ്ടാളും മാത്രം സ്റ്റെപ്പിന്റെ മേല. എനിക്ക് ആ സമയത്ത് ഇങ്ങനെ ടീച്ചേഴ്സ് എല്ലാം നമ്മളിങ്ങനെ കാണുകയെന്നെല്ലാം പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു ഇതാണ്. ഏട്ടൻ അങ്ങനത്തെ നടമാനൊന്നുമില്ല, അത് വേറെ കാര്യം. എന്നിട്ട് എനിക്ക് അതും പേടിയായി, വീണിട്ട് എണീക്കാനും പറ്റുന്നില്ല. എന്തോന്നു ആ ടീച്ചർ വരുന്നുണ്ടോ, ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്നെല്ലാം നോക്കിക്കൊണ്ട് നടന്നതാണ്. എന്നിട്ട് അത് വീട്ടിലെത്തുമ്പോ കാലെല്ലാം വീങ്ങി കുഴപ്പമായി വൈദ്യന്റെ അടുത്ത് പോയി. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞാണ് നമ്മളെ ടൂറും. അത് മിസ്സാവുമോ എന്നുള്ള ടെൻഷൻ വേറെ. അങ്ങനെയാണ് എന്റെ ധാവണി, ആദ്യമായിട്ട് ധാവണി ഇട്ട ഒരു ഓർമ്മ എന്ന് പറയുന്നത്. അതിന് ശേഷം ഇതാ ഇപ്പാണ് ധാവണി മേടിക്കാൻ പോകുന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ ഈ മഴ പെയ്യുന്നതിന് മുന്നേ എത്താം. ഭാഗ്യമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. ഭാഗ്യമില്ല കേട്ടോ, മഴ പെയ്ത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്റ്റിച്ചഡ് ധാവണീൻ്റെ സെക്ഷനിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ മനസ്സിലൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സാധനമാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വൈറ്റ് ആൻഡ് റെഡ് അല്ലെങ്കിൽ വൈറ്റ് ആൻഡ് പിങ്ക് ഒക്കെ കോംബോ വരുന്നത്. പക്ഷെ ഫസ്റ്റ് നോക്കിയപ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ പിന്നീടാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. സ്റ്റിച്ച് ധാവണി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് കിട്ടൂലല്ലോ. എനിക്ക് വാവനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് ഓപ്പൺ വേണം. പുറത്തൊക്കെ പോകുമ്പോൾ എന്തായാലും കുറച്ച് നാളത്തേക്ക് വേണമല്ലോ. അതുകൊണ്ട് നമ്മൾ മാറ്റിയിട്ട് എന്താണ് സ്റ്റിച്ച് ചെയ്യാത്ത അൺസ്റ്റിച്ചഡ് ആയിട്ടുള്ള സാധനങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചു. സെമി സ്റ്റിച്ചഡ് ആയിട്ടുള്ള സാധനം, ഈ ചോപ്പ്, പച്ച, നീല, മഞ്ഞ അങ്ങനത്തെ കോമ്പിനേഷൻസ് നോക്കാണ്ട് എനിക്കൊരു വൈറ്റ് തീമിലുള്ള നമ്മുടെ സെറ്റ് സാരീൻ്റെ എല്ലാം അതും പിന്നെ ഏതെങ്കിലും ഒരു കളർ മിക്സ് ആയിട്ടുള്ളത് അങ്ങനത്തെയാണ് കേട്ടോ ഉദ്ദേശം ഉണ്ടായത്. ചേച്ചി ഓരോന്നൊക്കെ എടുത്തിട്ട് തരുന്നുണ്ട്, എന്നാലും ഒന്നും അങ്ങോട്ട് എനിക്ക് സെറ്റ് ആവുന്നില്ല. പിന്നെ കളക്ഷൻസ് കുറച്ച് കുറവാണ് ഉണ്ടായത്. അപ്പോൾ ചേച്ചി പറഞ്ഞു വന്നതൊക്കെ അപ്പം തന്നെ തീർന്നിട്ടുണ്ടായിനി, ഇനിയിപ്പോൾ വരാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനിയപ്പോൾ വരുമോ, ഓണെല്ലാം ആയില്ലേ, ഇവിടെ എത്തിയില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇന്നോ നാളെയോ ആയിട്ട് വരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എവിടെ പോയാലും അങ്ങനെയാണ്, നമ്മൾ പോകുന്ന സമയത്ത് ഉണ്ടാവില്ല, ഇന്നോ നാളെയോ വരും എന്ന് പറയും. അപ്പോൾ ഒന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വൈറ്റ് ആൻഡ് പിങ്ക് നല്ലൊരു കോമ്പിനേഷനാണ്. വൈറ്റ് പറഞ്ഞാൽ പ്യുവർ വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റ് ആയിട്ടുള്ള സ്കേർട്ടും അതുപോലെ തന്നെ പിങ്ക് നല്ല റാണി പിങ്ക് ബ്ലൗസും അതുപോലെ തന്നെ ഷോളും വരുന്നത്. നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. എൻ്റെ കണ്ണായിൽ ഇങ്ങനെ ഉടക്കി നിൽക്കുന്നുണ്ടായിനി. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇതൊരു മാരേജ് ഫംഗ്ഷനിൽ ഇടുന്ന ആ ഒരു ടൈപ്പിലുള്ളതാണ്. എനിക്ക് സിമ്പിളായിട്ട് ഒരു അമ്പലത്തിൽ പോകുമ്പോൾ ഇടാനോ അങ്ങനെയല്ലേ നമ്മൾ ഇടുന്നുള്ളൂ, കല്യാണമൊന്നുമില്ല. ഇത് നല്ല കുറേ വർക്കൊക്കെ ആയിട്ട് കുഞ്ഞ് സ്റ്റോണൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട്. പക്ഷെ എന്നാലും ഒരു കല്യാണ ഫംഗ്ഷന് പോലെ ആയിപ്പോയി, കുറച്ച് അധികം വർക്കൊക്കെ ആയിട്ട്. അപ്പം മനസ്സോട് ഞാൻ അവിടെ തിരിച്ചു വെച്ചു അത്. പിന്നെ അതിനൊരു 2500 റേറ്റും ഉണ്ടായിട്ട്. പക്ഷെ അത്രയ്ക്ക് ഉണ്ട്, ഒരു കല്യാണത്തിനൊക്കെ ഇടുവാണെങ്കിൽ സൂപ്പർ ആയിരിക്കും. ഇനി ഒരു കല്യാണം വരുമ്പോൾ പോയിട്ട് നമുക്ക് എടുക്കാമെന്ന് വെച്ചിട്ട് അവിടെ വെച്ച്. പിന്നെ ഒരു പിങ്ക് കളറുള്ളത് നോക്കി, ഇത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. സിമ്പിളാണ്, അതിന് നമ്മൾ വൈറ്റ് ആണ് ഷോള് വരുന്നത്. പക്ഷെ ആ ഒരു വർക്ക് ഉണ്ടല്ലോ അതിങ്ങനെ മാഞ്ഞു പോകുന്ന പോലെ ഉണ്ട്, ഇങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ ഇളകി പോകുന്ന പോലെ. അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, അപ്പോൾ പറഞ്ഞു പോവായിരിക്കൂലേന്ന്. ചേച്ചിക്ക് തന്നെ ഒരു ഉറപ്പില്ല. അപ്പോൾ ധാവണി എനിക്ക് സെറ്റ് ആയിട്ടില്ല. അപ്പോൾ ഏതായാലും ഒരു സെറ്റ് സാരി നോക്കാമെന്ന് വിചാരിച്ചു. ധാവണി നമുക്ക് ഓൺലൈനായിട്ട് ഐറ്റം മേടിക്കാം, ഇഷ്ടമില്ലാണ്ട് എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു ടിഷ്യൂൻ്റെ സെറ്റ് സാരി നോക്കാമെന്ന് വെച്ചു. പണ്ടേ എൻ്റെ കല്യാണത്തിൻ്റെ സമയത്തേ ഉള്ളതേ ഉള്ളൂ കേട്ടോ, അതിന് ശേഷം ഞാൻ വാങ്ങിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഏതായാലും പോയ സ്ഥിതിക്ക് നോക്കി. അപ്പോൾ കുറേ എണ്ണം അങ്ങനെ നോക്കിയിട്ടുണ്ട്. ഈ ടിഷ്യൂൻ്റെ സെറ്റ് സാരിക്കൊക്കെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് അങ്ങനെ പൈസ കൂടി വരും കേട്ടോ. വർക്കിനേക്കാളും മെറ്റീരിയൽ നമുക്ക് തൊടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അങ്ങനത്തെ മെറ്റീരിയലും കിട്ടണമെങ്കിൽ നല്ലൊരു എമൗണ്ട് ഉണ്ട്. സിമ്പിളായിട്ട് ഒരു 1000 സംതിങ്ങിനൊക്കെ കുഴപ്പമില്ലാത്തൊരു സംഭവം. 2000 മുകളിലാകുമ്പോൾ നമുക്ക് തൊടാൻ നല്ല സുഖമുണ്ട്. പക്ഷെ എനിക്ക് 2000 സംതിങ് ഒക്കെ കൊടുത്തിട്ട് മേടിക്കാൻ ഒരു മനസ്സും കിട്ടുന്നില്ല. ഞാനെല്ലാം സാരി എടുക്കുന്നത് 1-2 കൊല്ലത്തിൽ ഒരിക്കൽ മാത്രമേ എടുക്കലുള്ളൂ. അപ്പോൾ ഒരു 1000 സംതിങ്ങിൻ്റെ സാരി എടുത്തു. പിന്നെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് പീസും കൂടി എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഒരു റെഡ് കളറാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ റെഡ് ബ്ലൗസ് പീസ് എടുത്തു. പിന്നെ ഏട്ടനെയും കൊണ്ട് ഒരു ഷർട്ട് പീസ് വാങ്ങിക്കാൻ പോയി. ഏട്ടൻ വേണ്ട കുറേ പറഞ്ഞു. പക്ഷെ ഞാൻ വിട്ടില്ല, എന്തായാലും മേടിക്കണമെന്ന് നിർബന്ധിച്ചു. കുറേ ആയി ഏട്ടൻ മേടിക്കാത്ത. എന്താ വാശി കണ്ടിട്ട് ഏട്ടൻ പറഞ്ഞു എന്നാൽ മെറ്റീരിയൽ എടുക്കുക, ഷർട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫ്ലവറിൻ്റെ എല്ലാം ഒരു ഡിസൈനുള്ള ഈ ഒരു ഷർട്ട് പീസും കൂടെ മുറിച്ച് വാങ്ങി. നമ്മളവിടെ ബില്ല് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടാവും. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ആ ഒരു ഷോപ്പിൽ ആ ബോർഡ് വെച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത്. നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയേ. അമ്മ ഇതാക്കാത്ത നിൽക്കുന്നുണ്ട്. യാമിക്കുട്ടി എണീച്ചു എന്ന് പറഞ്ഞിട്ട് നേരത്തെ വിളിച്ചപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നിരിക്കുന്നു. സാധനം കിട്ടിയിട്ടില്ല. ഞാൻ ഒരു ധാവണി മേടിക്കാനും പോയേ, എന്തെങ്കിലും ധാവണി എടുക്കാന്ന് വെച്ചാൽ പക്ഷെ ഇല്ല, ഉദ്ദേശിച്ച ടൈപ്പ് ഒന്നും ഇല്ല. വന്നതെല്ലാം കഴിഞ്ഞു പോലും, ഓണത്തിന് വന്നതെല്ലാം അപ്പം തീർന്നു പോലെ. ഇനി വരാനുണ്ടത്ര. ഞാൻ ഓണായില്ലേ ഇനി എപ്പാ വരുവാന്ന് ചോദിച്ചു. ഓണായില്ലേ ഇനി എപ്പാ വരുവാന്ന് ചോദിച്ചു. ഓണം ഇന്നോ നാളെയോ വരുന്ന ടൈപ്പില്ല. പിന്നെ ഒന്നും ഉണ്ടായില്ലേ, നല്ല രസമുണ്ട്.
ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വന്ന അമ്മേനോട് ഇങ്ങനെ വിശേഷം പറയും കേട്ടോ. പോയ സംഭവങ്ങളെല്ലാം അവിടെ എന്തെല്ലാം ഉണ്ടായത് എന്നെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. നമുക്ക് ഇഷ്ടമാണ്. അതുപോലെ തന്നെ അമ്മയും പോയിട്ട് വന്നാൽ ഇങ്ങനെ പറയുവേ. അതുകൊണ്ട് ഞാൻ അവിടുത്തെ സംഭവങ്ങൾ പോയിട്ട് അവിടെ കണ്ട എന്തെല്ലാം ടൈപ്പിലാണ് ഉണ്ടായിനി എന്നെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമെന്ന്. നല്ലുണ്ട്. പക്ഷെ കല്യാണത്തിനുണ്ട് 2000 സംതിങ് ഉണ്ട്. നമുക്ക് അമ്പലത്തിലൊന്നും പോകുമ്പോൾ സിമ്പിൾ ആയിരിക്കട്ടെ. സിമ്പിൾ ഇല്ല. എന്നിട്ട് സെറ്റ് സാരി ഉണ്ട്. ടിഷ്യൂ എന്റെ പഴയതല്ലേ ഉള്ളൂ. എന്റെ കല്യാണത്തിന് കിട്ടിയതേ ഉള്ളൂ. ഇത് ചീറ്റാവേ ഇല്ലല്ലോ. ചീറ്റൊന്നാവില്ലല്ലോ. നല്ലുണ്ട്. അങ്ങനെ പ്ലെയിൻ ആവുമ്പോ ഏത് ബ്ലൗസും ഉണ്ടാകും. അതെ അതെ. പൂക്കളെല്ലാം പിന്നെ ആ പണി കിട്ടും. ഒരു റെഡ് ബ്ലൗസ് വെറുതെ എടുത്തല്ലേ. പച്ചയും പിങ്കെല്ലാം എന്റെ അടുത്തുണ്ട് ബ്ലൗസ്. അതെ അതെ. ഒരു റെഡ് ലുലു നിർത്ത അതിന് രസമുണ്ട്. ഇത് നല്ല മാച്ചായി. ഇങ്ങനെയല്ലേ ഇടുന്നത്. അർജുന് ഷർട്ട്. അപ്പോൾ വാങ്ങിച്ച സാധനങ്ങളെല്ലാം അമ്മക്ക് കാണിച്ചു കൊടുത്ത് ഇനി അച്ഛനും കൂടെ കാണിച്ചു കൊടുക്കും. കൊണ്ടുവന്നാട് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ എന്തെല്ലാം എടുത്തതെന്നുള്ളത് അവർക്ക് ഇഷ്ടമായിനോ എന്നെല്ലാം അറിയാൻ വേണ്ടിയിട്ട്. വേറെ ആർക്കും എടുത്തിട്ടില്ലേ. പിള്ളേർക്ക് നിച്ചുവിനെ കൂട്ടിയിട്ട് പോയിട്ട് എടുത്താൽ ഇപ്പോൾ കറക്റ്റ് ആവും സൈസ് എല്ലാം. പിന്നെ നിച്ചുവിന് ഇഷ്ടപ്പെടാത്തതായിട്ട് എടുത്തിട്ട് വന്നാൽ നിച്ചു ഇടുവേ ഇല്ല. അതുകൊണ്ട് നിച്ചുവിനെ കൂട്ടിയിട്ട് എപ്പോൾ പോയിട്ട് എടുക്കുക. യാമിക്ക് പിന്നെ വേണ്ട അത്രയും ഉടുപ്പുകൾ. നമുക്ക് 28-നും പരിപാടിക്കെല്ലാം കുറേ ഉടുപ്പുകൾ ഗിഫ്റ്റായിട്ടെല്ലാം കിട്ടിയതുകൊണ്ട് നമ്മൾ ഈ പ്രായത്തിൽ കുറേ എടുത്തിട്ട് അങ്ങനെ കാര്യമില്ലല്ലോ. അതുകൊണ്ട് പുതിയ ഉടുപ്പുകൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അമ്മക്കും അച്ഛനൊന്നും വാങ്ങിക്കേണ്ടെന്ന് പറഞ്ഞിനി. ഇപ്പം ഇതിനിടക്കാണ് കല്യാണത്തിനെല്ലാം എടുത്തത്. പിന്നെ ഓൺലൈനായിട്ടും എല്ലാം എടുത്തിട്ടുണ്ടായിന്. അതുകൊണ്ട് വേറെ ആർക്കും വാങ്ങിച്ചിട്ടില്ല. ഇതാണ് സാരി വരുന്നത്. ചുറ്റും അമ്മേന്റെ സാരി എങ്ങനെയുണ്ട്? നല്ല ഉണ്ടാ. ഒരു ടിഷ്യൂ മോഡൽ. ഇതാണ് കൃഷ്ണനും രാധയും. ഇതാ ബാക്കിലിരുന്ന പല്ലൂല് കൃഷ്ണനും രാധ. ഇതാ രാധ കൃഷ്ണൻ രാധ. ഇതിന്റെ കുറച്ചും കൂടെ ടൈപ്പ് നല്ലതുണ്ടായിനെ. നല്ല കുറച്ച് മെറ്റീരിയൽ വീവ് നല്ല വീവാന്നെല്ലാം പറഞ്ഞു അവര്. പ്ലെയിൻ എത്ര? 1200. അതുകൊണ്ട് പിന്നെ വെറുതെ എന്തിനാന്ന് വെച്ചിട്ട് അത് ഇതെടുത്തിട്ടില്ല. റെഡ് ബ്ലൗസ് രസം ഉണ്ടാവില്ലേ അല്ല എന്തോ ഇടാം. അർജുൻ ഞാനൊരു വൈറ്റ് ഷർട്ട് ആയിരുന്നു. വൈറ്റിൽ ഇലേന്റെ പ്രിന്റ് ഉള്ളേ. പിന്നെ ഓൻ ഇങ്ങനത്തെ കളറല്ലേ ഇഷ്ടം. അമ്മ എന്നാ സാരിയെല്ലാം എടുത്തിട്ട് പരിപാടി? സാരി എടുത്തിട്ട് പരിപാടി അല്ല. എന്തായാലും ചെറിയൊരു സന്തോഷ ദിവസം അമ്മക്ക്. ഞാൻ 2ാം ക്ലാസ് പഠിപ്പിച്ച 10-35 വർഷമായി നമ്മളെ. ആ 2ാം ക്ലാസ് പഠിപ്പിച്ച എന്റെ കുറച്ച് മക്കൾ എന്നെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് വരുന്നുണ്ട്. 30 കൊല്ലത്തിന് ശേഷം അവരെല്ലാവരും അടിയിലെ വർക്ക് ചെയ്യുന്നത്. കുറെ എണ്ണം ഗൾഫില് മലപ്പുറമൊക്കെ വർക്ക് ചെയ്യുന്ന. അപ്പം വിളിച്ചിട്ട് പറഞ്ഞു ടീച്ചറെ കാണാൻ ആഗ്രഹമുണ്ട്, ഞങ്ങൾ ഇന്ന് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം. മക്കളിങ്ങ് വന്നോന്ന് പറഞ്ഞു. ഇപ്പൊ മക്കൾക്ക് വേണ്ടിട്ട് ചായ ഉണ്ടാക്കുമോ? ചായ വെക്കട്ടെ, എന്നാലും സംസാരിക്കാൻ നേരം കിട്ടില്ല. അപ്പൊ നമുക്ക് കടിയെല്ലാം സെറ്റാക്കി വെക്കാം. ഇതാ അമ്മേൻ്റെ പണ്ടത്തെ ഫോട്ടോ കണ്ട സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ഉള്ളതാണ്. വെൽഫെയർ സ്കൂളിൽ. ഇതിൽ കാണുന്ന കുറച്ച് കുട്ടികളാണ് കേട്ടോ ഇന്ന് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത്രയും ചെറുപ്പത്തിൽ പഠിപ്പിച്ച ഇപ്പോൾ അവർക്കൊരു 30-32 വയസ്സൊക്കെ ആയിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ അത്രയും വർഷം മുന്നേ പഠിപ്പിച്ച ടീച്ചറെ കാണാനാണ് അവർ വരുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ അമ്മയുടെ മുഖത്ത് കണ്ടത്. അവരെല്ലാവരും എത്തിയിട്ടുണ്ട്. അവരുടെ മുഖത്താണെങ്കിൽ പിന്നെ എക്സൈറ്റ്മെൻറ്റ് പറയേ വേണ്ട. ഇവർ പലരും പരസ്പരം അതിന് ശേഷം കണ്ടിട്ടുണ്ടായിട്ടില്ല. ഇവിടുന്നാണ് ഇതാരാ പേര് വരെ ഓർമ്മയില്ല. അപ്പോൾ ഇതിൽ ഫോട്ടോയിൽ കാണിച്ചു തന്നിട്ടൊക്കെയാണ് അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കേട്ടോ. അമ്മേൻ്റെ കൂടെ വർത്താനം പറഞ്ഞിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. അവരിവിടെ എത്തിയപ്പോഴേക്ക് എല്ലാവരും പണ്ടത്തെ 2ാം ക്ലാസ്സിലെ കുട്ടികളായിട്ട് മാറി. അമ്മ പിന്നെ ഇപ്പോഴും എല്ലാവരും അങ്ങനെയാണല്ലോ ട്രീറ്റ് ചെയ്യുക. പഠിപ്പിച്ച ടീച്ചർമാർക്ക് നമ്മളെപ്പോഴും കുഞ്ഞുമക്കളായിരിക്കൂലേ. നമ്മൾ എത്ര വലുതായാലും അവർ നമ്മളെ കാണുമ്പോൾ നമ്മൾ എത്രാം ക്ലാസ്സിലാണോ പഠിപ്പിച്ചത് അതുപോലെ ആയിരിക്കും അവർ നമ്മളോട് പെരുമാറുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഇത്രയും വർഷത്തിന് ശേഷം അമ്മേനോടുള്ള ആ ഒരു സ്നേഹം കൊണ്ടല്ലേ അവർ എവിടെയല്ലോ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് അവരെല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങനെ വന്നത്. അപ്പോൾ ഒരു കേക്കൊക്കെ അവർ വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ അതൊക്കെ കട്ട് ചെയ്യുകയാണ്. അമ്മ ഫുള്ള് എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ പീക്കിൽ നിൽക്കുന്നുണ്ടായത് കേട്ടോ. അവരും എല്ലാവരും അങ്ങനെ തന്നെ അമ്മേനോട് ഭയങ്കര സ്നേഹത്തോടെ ആ പണ്ടത്തെ ടീച്ചറെ എന്നെല്ലാം വിളിച്ചിട്ട് എനിക്ക് നല്ലോണം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്കും ഉണ്ടല്ലോ ഇങ്ങനത്തെ ടീച്ചേഴ്സൊക്കെ. പണ്ടത്തെ ടീച്ചർമാരുമായിട്ട് എനിക്കും ഇപ്പോഴും കണക്ഷനുള്ള ടീച്ചേഴ്സൊക്കെ ഉണ്ട്. അമ്മക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അമ്മക്കൊരു മെമ്മറിക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചത്. അപ്പോൾ അമ്മ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടായിനി അന്ന് വന്നിട്ട്? അയ്യോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല മോളെ. ആ ഒരു സന്തോഷം എനിക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രക്കും ഹാപ്പി ആയിരുന്നു ഞാൻ. എന്നുവെച്ചാൽ കുഞ്ഞു മക്കളെ പഠിപ്പിച്ചതല്ലേ. 2ാം ക്ലാസ്സിലല്ലേ? 2ാം ക്ലാസ്സിൽ പഠിപ്പിച്ച മക്കളായത്. അവരൊക്കെ ഇപ്പോൾ എവിടെ എനിക്ക് അവരെ ഇങ്ങനെ കാണുമ്പോണ്ടല്ലേ ചില കുട്ടികൾ അതേ മുഖമുണ്ട്, ചില കുട്ടികൾ ടോട്ടലി മാറിയിട്ടുണ്ട്. എന്നാലും അവരെന്നെ സ്നേഹിച്ച് വന്നില്ലേ മോളെ. അതെനക്ക് ഭയങ്കര അവർ തന്ന ഗിഫ്റ്റ്
വളരെ മനോഹരമായി തോന്നി എനിക്ക്. അവിടെ അവരൊരു കേക്കിന്റെ മധുരം ഭയങ്കര സൂപ്പറായിരുന്നു. അവരുടെ സ്നേഹം, ആ സ്നേഹം അങ്ങനെ അതിലുണ്ട്. ഒരു ഗിഫ്റ്റ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിന്. പിന്നെ കെട്ടിപ്പിടിക്കലും മുത്തം തരലും ഒന്നും പറയണ്ട. അമ്മ അവർക്കൊരു അമ്മേനെ പോലെയാണ് അവരെന്നെ ട്രീറ്റ് ചെയ്യുന്നത്. പണ്ടും അതെ, ഇപ്പൊ വന്നപ്പോ അതെ. നമ്മോട് കണ്ടതല്ലേ സ്നേഹം അവർക്ക്. എന്ത് സ്നേഹം അല്ലേ കുട്ടിയൊക്കെ വളർന്നിട്ടും. അത് കണ്ടപ്പോ നമുക്ക് സന്തോഷമായി. അവരൊരു സന്തോഷവും എല്ലാരും കൂടിയുള്ള ആ ഒരു കുറച്ച് സമയം കണ്ടപ്പോ ഭയങ്കര ഹാപ്പി. അതുപോലെ നമ്മളെല്ലാം നാട്ടിലുള്ളവരല്ല, എല്ലാം ഗൾഫില്, ബാംഗ്ലൂര്, മലപ്പുറം ഉള്ള കുട്ടികളാ. നല്ല വന്നല്ലോ അവര്. അതെ അതെ. പിന്നെ നമ്മള് ചായയൊക്കെ ജസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കിയ പ്ലാൻ ആയതുകൊണ്ട് അധികം ഒന്നും അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ചായയൊക്കെ കുടിച്ചു എല്ലാരും കൂടി ഇരുന്ന്. പിന്നെ കൊറേ വർത്താനം പറഞ്ഞു. അതന്നെ അല്ലേ ഏറ്റവും വലിയ സന്തോഷം അതാണ്. സീരിയൽ നോക്കിയ പിന്നെ ഈ ഫർസീത്ത വരുമ്പോ പുഡിങ് കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പൊ അവരെന്നെ എല്ലാവർക്കും കൂടെ സെർവ് ചെയ്തു. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടിപൊളി പുഡിങ് ആയിരുന്നു. ബട്ടർ പുഡിങ് ആണെന്ന് തോന്നുന്നു. അപ്പൊ അതെല്ലാം എല്ലാവർക്കും സെർവ് ചെയ്ത് അവരിങ്ങനെ എന്തെല്ലോ കമന്റ് എല്ലാം അടിക്കുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോ പെണ്ണ് കാണാൻ വരുന്ന പോലെ ആക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നല്ല അടിപൊളിയായി. മൊത്തം അന്നത്തെ ദിവസം സൂപ്പറായിരുന്നു. ഇതാണേ അമ്മേന്റെ മക്കള് കൊടുത്ത സാരി. ഇതൊരു സെറ്റ് സാരി. നല്ല ഉണ്ടല്ലോ അമ്മ സെറ്റ് സാരി. നല്ല രസമുണ്ട്. അമ്മക്ക് എടുത്തിട്ടേ ഇല്ല സെറ്റ് സാരി. എടുക്കൂല ഇങ്ങനെ പ്രിന്റ് ഒന്നുള്ളത് അമ്മ എടുക്കുകയേ ഇല്ലേ. പക്ഷെ ഇതിങ്ങനെ ബാക്കോട്ട് ഇട്ടാ അത്രേ കാണും. ഇത് ഇടയിലെല്ലാം ഇങ്ങനെ അവിടെ ആയിട്ട് പച്ച ബ്ലൗസിന്റെ കൂടെ നല്ല രസമുണ്ടാവും. അമ്മ പച്ച ബ്ലൗസെല്ലാം ഇപ്പോഴും സെറ്റ് ആക്കിയിട്ടുണ്ട്. സൈഡിലുണ്ട്, ഓൾറെഡി ഉണ്ട്. പിന്നെ ഒരു സാരി ഇത് നല്ലുണ്ട്. അമ്മക്കില്ലാത്ത കോമ്പിനേഷനാണ്. ഈ ബ്ലൂവും ഈ ഒരു കളറും ഇത് അമ്മക്കില്ലാത്ത കോമ്പിനേഷനാണ്. രണ്ടും അടിപൊളി.